ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2103. ഇന്ന് ഒക്ടോബർ മാസം 3-ാം തീയതി 276-ാമത്തെ ദിവസത്തിലെത്തി. വിശുദ്ധനായ മർക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം ഒന്ന് കാര്യമായി പരിഗണിക്കാവോ? അവനവന്റെ ഏറ്റവും വ്യക്തിപരമായ വായനയ്ക്കായിട്ട് കുറെ കൂടി ജാഗ്രത പുലർത്തണമെന്നും സദാ നേരവും ശ്രദ്ധാലുക്കളായി ഉണർവുള്ളവരായി കാത്തിരിക്കേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരുമെന്ന് ആ വേദഭാഗം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ക്രിസ്തുയേശു പറയുകയാണ്, ഇങ്ങനെ വീട്ടുടമസ്ഥൻ ദൂരസ്ഥലത്തേക്ക് യാത്ര പോവുകയാണ്. എല്ലാ ചുമതലകളും ദാസന്മാരെ കൃത്യമായി പറഞ്ഞേൽപ്പിച്ചിട്ടാണ് പോകുന്നത്. എപ്പോഴായിരിക്കും യജമാനൻ മടങ്ങി വരിക? അത് മാത്രമാണ് അനിശ്ചിതത്വം. നമ്മുടെ ജീവിതത്തിൽ മറ്റൊരു അനിശ്ചിതത്വം ഉണ്ട് കേട്ടോ. എത്ര ആളുകൾ അറിയാമെന്നല്ല, എല്ലാവർക്കും അറിയാമെങ്കിലും ആരും ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത, ഓർക്കാതെ പോകുന്ന, എപ്പോഴോ ബോധപൂർവ്വം മറന്നുപോയ നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിലെ അനിശ്ചിതത്വം എന്താണ്? മരണമാണ്. എപ്പോഴാണ് വരുന്നതെന്ന് അറിയില്ല കേട്ടോ. എങ്ങനെയാണ്, ഏത് വഴിക്കാണ്, ഏത് വിധത്തിലാണല്ലോ ഒന്നും അറിയില്ല. അതുപോലെ തന്നെ അനിശ്ചിതത്വമുള്ള ഒരു കാര്യം കൂടിയാണ് എന്നെ ഇവിടെ ഇങ്ങനെ ആക്കിയ യജമാനന്റെ രണ്ടാമത്തെ വരവ്. ഏൽപ്പിച്ച ആളാണ്, ഏൽപ്പിച്ചതൊക്കെ ഏറ്റെടുത്തതാണ് ഞാനും. തീർച്ചയായിട്ടും ഉത്തരവാദിത്വം കാണിച്ചേ മതിയാവും, അല്ലേ? നീ തന്നത് ഞാനിങ്ങനെ അലസതയില്, എൻ്റെ എല്ലാ വിധത്തിലുള്ള അശ്രദ്ധയില്, എൻ്റെ അഹന്തയില് ഞാൻ കുഴിച്ചിട്ടു എന്ന് പറയാനായിട്ട് ഇടവരുമോ? അറിയില്ല. എന്തായാലും യജമാനൻ മടങ്ങി വരുന്നതിനെ കുറിച്ച് ക്രിസ്തുയേശു പോലും പറയുന്നത് എപ്പോഴാണെന്ന് നിശ്ചയമില്ല. രാത്രിയിലാവാം, പാതിരാവിലാവാം, സന്ധ്യയ്ക്കാവാം, കോഴി കൂവുന്ന നേരത്താവാം, പുലരിയിലാവാം. എപ്പോഴായാലും ഇങ്ങനെ അലസതയിൽ ഉറങ്ങിയും ഉന്മേഷമില്ലാതെയും ഉത്തരവാദിത്വമില്ലാതെയുമൊക്കെ ആകരുത് എന്നൊരു ഓർമ്മപ്പെടുത്തലുണ്ട്. കുറെ കൂടി ജാഗ്രത അവനവൻ കൈകാര്യം ചെയ്യുന്ന ജീവിതത്തോടും പരിസരത്തോടും ഒപ്പമുള്ള മനുഷ്യരോടും പുലർത്തിയിരുന്നെങ്കിൽ എന്തുമാത്രം കുലീനമാകുമായിരുന്നു ജീവിതം, എന്തുമാത്രം ആനന്ദം നിറഞ്ഞതാകുമായിരുന്നു. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞല്ലേ. മുമ്പോട്ടുള്ള ആകമൊത്തം സമയം ഇനി എത്രയാണെന്ന് നിശ്ചയമില്ല. ആ അനിശ്ചിതത്വം നോർത്തെടുത്തുകൊണ്ട് ഉറപ്പായി വരാനുള്ള മരണത്തെ കൂടി ഒന്ന് മെഡിറ്റേറ്റ് ചെയ്തുകൊണ്ട് ഒന്ന് നന്നാക്കി എടുക്കാൻ പറ്റുമോ? ഒന്ന് നന്നാകാൻ പറ്റുമെന്നാണ്. അവനവനെ മറ്റുള്ളവരൊക്കെ നന്നാക്കി നമ്മളെപ്പോഴോ എങ്ങനെയൊക്കെയോ നന്നാകാതെ പോയിട്ടുണ്ടോ? ഒന്ന് ശ്രമിക്കണം, ശ്രദ്ധിക്കണം. അങ്ങനെ ക്രിസ്തുയേശുവിന്റെ ഓർമ്മപ്പെടുത്തലെ ശ്രദ്ധയും ജാഗ്രതയും നമുക്കും സ്വന്തമാക്കാം. അതിലൂടെ ദൈവാനുഭവത്തെയും ദൈവ അനുഗ്രഹത്തെയും. ആമേൻ.